അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹല്ലി 4-ാം വാല്യം 52-ാം പേജ്. വഹുവ. അപ്പം ഭർത്താവ് വഫാത്തായിരിക്കുന്ന ഇദ്ദിരിക്കുന്ന പെണ്ണിൻ്റെ മേൽ നിർബന്ധമായതും കൊല്ലുകൊണ്ടോ 3 തലാക്ക് കൊണ്ടോ ബായിനായ പെണ്ണിനക്ക് സുന്നത്തായതുമായ ഇഹ്ദാദാകുന്നത് തർക്കു ലബ്സി മസ്ബൂഹിൻ, കളറ് മുക്കപ്പെട്ട അല്ലെങ്കിൽ ചായ മുക്കപ്പെട്ട ഡ്രസ്സിനെ ധരിക്കലിന് ഒഴിക്കലാണ്. എന്തിനാ ചായ മുക്കപ്പെട്ടത്? ലസീനത്തിന്, അലങ്കാരത്തിനും വേണ്ടി കളർ മുക്കപ്പെട്ടത്, ചായ മുക്കപ്പെട്ടത്. അതിന് ഹസ്ന, അത് നല്ല ദറകുള്ള പരിവരുത്തതാണ്. അപ്പോൾ ഇടാൻ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. എന്നാലും അലങ്കാരത്തിന് വേണ്ടി കളർ മുക്കപ്പെട്ടതാണെങ്കിൽ അതിനെ ഒഴിക്കലാണ്. ഈ ഹദീസ് സ്വീ. അപ്പോൾ ഇഹ്ദാദിൽ സീനത്തിനും വേണ്ടി കളർ മുക്കപ്പെട്ടത് ഒഴിക്കണം എന്നുള്ളതിന് തെളിവെന്താ? സഹീ ബുഖാരിയും സഹീ മുസ്ലിം നിബാത്തിയത് ഹദീസിന് വേണ്ടിയാണ്. ഉമ്മയത്തിയ റളിയല്ലാഹു അൻഹ തൊട്ട് കുന്നാ നുൻഹ അൻ നുഹിദ്ദ അലാ മയ്യിത്തിൻ, സ്ത്രീകളാകുന്ന ഞങ്ങളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് വിരോധിക്കപ്പെടാറുണ്ടായിരുന്നു. അൻ നുഹിദ്ദ, ഞങ്ങൾ ഇഹ്ദാദ് ചെയ്യലിന് വെച്ചാൽ ആർഭാടത്തിൻ്റെ ഭംഗിയുടെ വസ്ത്രങ്ങളൊക്കെ ഒഴിക്കലിന്, അലാ മയ്യത്തിന്, ഏതെങ്കിലും ഒരു മയ്യത്തിൻ്റെ മേൽ ഞങ്ങൾ ഒഴിക്കലിന് വിരോധിക്കാറുണ്ടായിരുന്നു. ഫൗക്കസലാസി, 3 കൂടുതൽ. അപ്പം മക്കൾ മരിച്ചാലും ആങ്ങളെ മരിച്ചാലും ഉമ്മ മരിച്ചാലും വാപ്പ മരിച്ചാലും ഒന്നും 3 ദിവസത്തിൽ കൂടുതൽ ദുഃഖാചരണം പാടില്ല. ഇല്ല അലാ സൗജി, ഭർത്താവിൻ്റെ മേൽ ഹിദാദ് വിരോധിക്കപ്പെട്ടിരുന്നില്ല. 40 വാസ്ര, എത്രക്കാലം 4 മാസവും 10 ദിവസവും. വാൻ നക്തയിൽ, അവരെ സുർമ ധരിക്കുന്നതിന് ഞങ്ങൾ വിരോധിക്കപ്പെട്ടിരുന്നു. വാൻ നത്തയ്യബ, സുഗന്ധം ഉപയോഗിക്കുന്നതൊട്ട് ഞങ്ങളെ വിരോധിക്കപ്പെട്ടിരുന്നു. വാൻ നൽബസ സൗബം മസ്ബൂഹ, കളർ മുക്കപ്പെട്ട വസ്ത്രം ധരിക്കലിനെയും ഞങ്ങൾ വിരോധിക്കപ്പെട്ട കണക്ക്. നൽബസ സൗബം മസ്ബൂഹ, കൊണ്ട് മസ്ബൂഹായ വസ്ത്രം ധരിക്കുന്ന ഒഴിവാക്കലാണ്. വക്കീല, പറയപ്പെട്ടു, യഹില്ലു, ഹലാലാകുമെന്നും ആ ഒരു വസ്ത്രം എങ്ങനത്തെ വസ്ത്രമാണ്? സുബിഹ ഗസ്ലുഹു, അതിൻ്റെ നൂലിന് ചായ മുക്കപ്പെട്ടു. സുമ്മനുസ്ജ, പിന്നെയാണ് നെയ്യപ്പെട്ടത്. വസ്ത്രമാക്കിയതിന് ശേഷം പിന്നെ കളർ മുക്കിയതാണ് പറ്റാത്തത്. നേരത്തെ തന്നെ കളർ മുക്കി പിന്നെ നെയ്തതാണ് എന്നാൽ പറ്റുമെന്നൊരു കീല. കൽ ബുറൂദി, അങ്ങനെ ചെയ്യുന്ന വസ്ത്രങ്ങൾക്ക് തന്നെ പുതപ്പുകളൊക്കെ പോലെ, അതൊക്കെ അങ്ങനെ ഫസ്റ്റ് തന്നെ നൂലിന് മുക്കിയിട്ട് പിന്നെ നെയ്യലാണ് ഇത്രയും. അത് പറ്റാൻ കാര്യം ലിന്തിഫായി സീനത്തിഫി, അങ്ങനത്തെ വസ്ത്രങ്ങളിൽ അലങ്കാരമില്ലാത്തതിന് വേണ്ടി അത് ഹലാലാകുമെന്ന് കീല. ഖിലാഫിമ, ഒരു വസ്ത്രത്തിനെതിരായിട്ട്. എങ്ങനത്തെ വസ്ത്രമാണ്? സുബിയായനെ മുക്കപ്പെട്ടത് ബാദൻ നസ്തി, നെയ്തതിൻ്റെ ശേഷമാണ്, പറ്റൂല. കൽ മുആസ്ഫരി, മഞ്ഞച്ചായ മുക്കപ്പെട്ടത്. വൽ മുസാഫരി, കുങ്കുമച്ചായ മുക്കപ്പെട്ടതൊക്കെ പറ്റാത്ത മാതിരി, അതൊക്കെ അലങ്കാരത്തിന് വേണ്ടിയുള്ളതാണല്ലോ. വയുബാഹു, എന്നാൽ ഹലാലാക്കപ്പെടും. ഗൈറു മസ്ബൂഖിൻ, ചായ മുക്കപ്പെടാത്തത്. എന്തെന്നുള്ള മുക്കപ്പെടാത്തതിന് കുത്തിനിൻ, പരുത്തിയിൽ വസ്ത്രത്തിൽ നിന്നും, വസൂഫിൻ, രോമ വസ്ത്രത്തിൽ നിന്നും, കത്താനി, ചണനാരിനാലുള്ളതായിരിക്കുന്ന വസ്ത്രത്തിൽ നിന്നും ഒക്കെയുള്ള കളറ് മുക്കപ്പെടാത്തത് പറ്റും. ചണനാര്, ബക്കനൂല് എന്നൊക്കെ കാണാൻ അർത്ഥത്തിൽ. വക്കത, ഈ പരുത്തി, രോമം, ചണനാര്, ഇതിൻ്റെയൊക്കെ വസ്ത്രം പോലെ തന്നെയാണ് ഇബ്രീസ് മുൻ പട്ടുവസ്ത്രം, അതും ഹലാലാക്കപ്പെടും. ഈ ഹരീറും പട്ട്. പക്ഷേ അവിടെ ഖിലാഫുണ്ട്. ഫില്ലസുഹി, അസൽ പ്രകാരമാണ് ഇബ്രീസ് മറ്റൊക്കെ പറ്റും. ഇത് തർക്കുന്നുണ്ടല്ലേ, ഇത് കുത്തിന്, സൂഫ്, കത്താനൊക്കെ. കൽക്കത്താനി, ഇങ്ങനെ ചണനാരൻ്റെ ഒക്കെ പറ്റില്ല എന്ന മാതിരി പിന്നെ പട്ടും പറ്റും എന്ന് അസഹ്. പക്ഷെ എപ്പോഴാണ് പറ്റുക? ഇതാരം തഹദുഫിഹി, ആ പട്ടിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ, സീനത്തിന് ഭംഗി ഉണ്ടായിട്ടില്ലെങ്കിൽ, ഭംഗിൻ്റെ പോലെ ഇങ്ങനെ കണക്ഷൻ ചിത്രങ്ങളൊക്കെ പോലെ അലങ്കാര ചിത്രവും പുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ആണെങ്കിൽ പട്ട് പറ്റൂല. അപ്പോൾ അതൊന്നില്ലെങ്കിൽ പട്ട് പറ്റുന്നതാണ് അസുഹ്. എന്നാൽ അസുഹിൻ്റെ മുക്കാബിലയാകുന്ന യഹ്റുമു ഇബ്രീസും, അഥവാ പട്ട് ഹറാമാകുന്ന. അതിന് കാരണം എന്താ അവർ പറഞ്ഞില്ല? എന്നാൽ ഉപസു, കാരണം പട്ട് ധരിക്കുക എന്നുള്ളത് തസീനുൻ ഫീരിയുൻ, തസീനുൻ, അത് ഒരു ഭംഗിയാക്കലാണത്. ഫാലഹാദ, അപ്പോൾ ഈ സാനി പ്രകാരം, അഥവാ പട്ട് ഹറാമാണ്, അത് തസീനൻ്റെ ഭാഗമാണ് ധരിക്കൽ എന്ന സാനി പ്രകാരം യഹ്റുമുൽ അത്താബിയു, യഹ്റുമു യഹ്റുമു ഹറാമാണ് അത്താബി എന്ന പേരിൽ അറിയപ്പെട്ടൊരു വസ്ത്രം. അല്ലത് എങ്ങനത്തെ അത്താബിയാണ്? ഖലബഫിയിൽ ഇബ്രീസും, അതിൽ പട്ടാണ് കൂടുതലുള്ളത്. മറ്റേ ഫുള്ള് പട്ടായിരുന്നു, ഇത് പട്ട് കൂടുതലുണ്ട് മറ്റുള്ളവർ കൂടിയിട്ടുള്ളത്.
അല്ലദീ ഖലഖ ഫീഹിൽ ഇബ്ലീസും വയുബാഉൽ ഹസ്സു. എന്നാൽ ഹസ് വസ്ത്രം എന്ന് പറഞ്ഞാൽ കൂടുതലും അതിൽ രോമാണ്, കുറഞ്ഞ ഭാഗം മാത്രം പട്ടുള്ളത്, അത് ഹലാലാക്കപ്പെടും. കത്തനയിൽ തർക്കമില്ല. എന്താ അത് ഹലാലാക്കപ്പെടാൻ കാരണം ഇസ്തിത്താരിൽ ഇബ്ലീസ്മി ഫീ. അങ്ങനെ ഹസ് വസ്ത്രത്തിലെ പട്ട് മറിയൽ ശ്രദ്ധിക്കും, പുറത്തേക്ക് അങ്ങനെ എടുത്ത് കാണിക്കൂല. എന്തുകൊണ്ട് മറിയൽ ശ്രദ്ധിക്കും? ബിസൂഫി, രോമം കൊണ്ട്. അല്ലെങ്കിൽ എങ്ങനത്തെ സൂഫാണ് ഹുവ, ആ സൂഫാകുന്നത് സദാഹു ആ ഹസ് വസ്ത്രത്തിനൊക്കെയുള്ളതായിരിക്കുന്ന പാവുനൂലാണ്. പാവുനൂലും ലഹമത്തും രണ്ടും കൂടി, ലഹമത്തിനാണ് പുറത്തേക്ക് എടുത്ത് കാണിക്കുക, അതൊക്കെ സൂഫാണ്. പാവുനൂല് മാത്രമാണ് പട്ട്. അപ്പോൾ കൊണ്ട് പുറത്തേക്ക് അങ്ങനെ കാണാനുണ്ടാവില്ല, അതുകൊണ്ട് അത് പറ്റും. വയുബാഹു ഹലാലാക്കപ്പെടും. മസ്ബൂഹുൻ കളർ മുക്കപ്പെട്ടത്. എങ്ങനത്തെ മസ്ബൂഹാണ്? ലായുസ്തുൽ സീനത്തിൻ, അത് ഭംഗിക്ക് വേണ്ടി കരുതപ്പെടുന്നതല്ല. കളർ മുക്കിയിട്ടുണ്ട്, പക്ഷേ ഭംഗിക്ക് വേണ്ടി കരുതപ്പെടുന്നതല്ല. മറിച്ച് ബല്ലി മുസീബത്തിൻ, എങ്കിലും അതിൽ കളർ മുക്കപ്പെടുന്നത് മുസീബത്തിന് വേണ്ടി, ദുഃഖത്തിന് വേണ്ടി. മുസീബത്ത് എന്തെങ്കിലും പറ്റുമ്പോൾ ദുഃഖസൂചനമായിട്ട് അത് ഇഹ്തിമാലി വസ്ഖിൻ, അല്ലെങ്കിൽ ചേറിനെ വഹിക്കാൻ വേണ്ടി, ചേറയിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അറിയാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ മുക്കുന്ന കളറുണ്ടല്ലോ, അതിന് പ്രശ്നമില്ല. അങ്ങനെ മുസീബത്തിന് വേണ്ടിയും പിന്നെ ചേറിനെ വഹിക്കാൻ വേണ്ടിയൊക്കെ മുക്കുന്നതിനൊക്കെല്ല സ്വതി കറുത്ത കളർ മുക്കപ്പെട്ടത്, ഒരു കുഹലി സുർമ കളർ മുക്കപ്പെട്ടത്. അതിപ്പോൾ ഒരു സ്റ്റൈല് രസമുള്ള കളറല്ല, അത് കാണാൻ അഴകുള്ള കളറല്ല. പക്ഷെ അതുകൊണ്ട് ഒരു ദുഃഖാചരണമായിട്ട്, ദുഃഖസൂചകമായിട്ട് കറുത്ത കൂടിയൊക്കെ നാട്ടില്ല എന്നമാതിരി. അതുപോലെ ചേറ് അങ്ങനെ പിടിക്കൂല സുർമ കളറിലാവുമ്പോൾ, അതിൻ്റെ കളറിൽ മണ്ണൊന്നും അത്ര അറിയൂല. അത് ഇന്തിഫായി സീനത്തിഫി, അങ്ങനത്തെ പിന്നെ സീനത്തിന് വേണ്ടി അല്ലാതെ കരുതപ്പെട്ട മസ്ബുണ്ടല്ലോ, അതിൽ അലങ്കാരമില്ലല്ലോ, അതുകൊണ്ടത് പറ്റും. ഫൈൻ തറദ്ദൽ മസ്ബൂഹ്, അപ്പം എന്ത് പറഞ്ഞു? അഴകിന് വേണ്ടി മുക്കപ്പെട്ടതാണെങ്കിൽ പറ്റൂല, മറിച്ച് മുസീബത്തിന് വേണ്ടിയോ ചേറ് കാണാണ്ടിരിക്കാൻ വേണ്ടിയൊക്കെ മുക്കപ്പെട്ടാണെങ്കിൽ പറ്റുമെന്ന് പറഞ്ഞു. അതിന് രണ്ടിൻ്റെ ഇടയ്ക്കുള്ളതിനെ പറ്റി പറയാം. വൈൻ തറദ്ദൽ മസ്ബൂഹ്, ഈ ചായ മുക്കപ്പെട്ട വസ്ത്രം ഇടയാട്ടമായാൽ എന്തിൻ്റെ ഇടയിൽ? ബൈന സീനത്തി വഹൈരിയ, സീനത്തും ഉണ്ട്, മുസീബത്ത് ഇഹ്തിമാൽ വസ്ഖ് പോലത്തെ അതും ഉണ്ട്, രണ്ടിൻ്റെ ഇടയിലാണ്. അതിൻ്റെ ഉദാഹരണം ഇതുപോലെ കല്ലഹ്ലരി, പച്ച കളർ. പച്ച കളർ എന്നുള്ള സീനത്തും ഉണ്ട്, അതേ സ്ഥാനത്ത് പെട്ടെന്ന് അഴുക്കൊന്നും കാണുകയില്ല. അപ്പോൾ തന്നെ പല സ്ഥലക്ക് നീല ആകാശ കളറുണ്ടല്ലോ, അതൊക്കെ. അപ്പം അങ്ങനത്തതാണെങ്കിൽ അതിന് ഹുക്കം എന്താ? ഫൈൻഖാന. അപ്പോൾ അവിടെ നോക്കണം, അങ്ങനത്തെ മുക്കപ്പെട്ട കളർ മുക്കപ്പെട്ട വസ്ത്രം ബറാഖൻ, അത് നല്ല തിളങ്ങുന്നതാണ്. തിളങ്ങുന്നതാണെങ്കിൽ എങ്ങനെ തിളങ്ങുന്നത്? സാഫിയ ലൗനി, നിറം നല്ല തെളിഞ്ഞ രംഗുന്നതാണെങ്കിൽ ഹറാമാണ്. എന്താ അങ്ങനത്തെ ആണെങ്കിൽ ഹറാമാൻ കാരണം? എന്നവും കാരണം അങ്ങനെ ഈ നിറം ക്ലീനായ തിളങ്ങുന്നതാകുന്നത് മുസ്തഹ്സിനെ മെച്ചമായി തിക്കപ്പെടുന്നതാണ്. ബി യുത്തസയ്യൻ ബിഹിയെ കൊണ്ട് ഭംഗിയാക്കപ്പെടാറുമുണ്ട്, അതുകൊണ്ടത് പറ്റൂല, ഹറാമാണ്. ഔ കതിരം മുസ്ബ, അതല്ലെങ്കിൽ ഇനി പിന്നെ ബറാക്ക്, ഇങ്ങനെ തിളങ്ങുന്നതല്ല, മറിച്ച് ഒരു മങ്ങിയതാണ്. എങ്ങനത്തെ മങ്ങിയത്? പിന്നെ മുസ്ബൻ, നല്ല ഓവർ കളർ കൊടുക്കപ്പെട്ടത്, നേരിയ കളറല്ല, നല്ല കടും മുക്കിയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഫലാ, അവിടെ ഹറാമില്ല. എന്താ ഈ മങ്ങിയതും കടും മുക്കിയത് പ്രശ്നമില്ലാതെ കാരണം? ജന്നൽ മുസ്ബ മിനൽ അഖ്ലരി, കാരണം പച്ച കളറിൽ നിന്ന് ഓവറായി മുക്കപ്പെട്ടത്, നല്ല ശക്തിയിൽ മുക്കപ്പെട്ട പച്ച കളർ മുക്കപ്പെട്ടത് ഒക്കാരിമിൽ അസ്വദ, അത് കറുപ്പ് കളറിനും എടുക്കുന്നുണ്ട്. കറുപ്പ് കളറാണെങ്കിൽ പറ്റില്ലോ. അതുപോലെ ഒമിനൽ അസ്രക്കി, ഈ ആകാശ കളർ അല്ലെങ്കിൽ നീല കളർ എന്നൊക്കെ ഓവർ നല്ല ശക്തിയിൽ മുക്കപ്പെട്ടത് ഒക്കാരിമിൽ കുഹലിയ, അത് സുർമ കളറിനും എടുക്കും. സുർമ കളറിന് പറ്റും, നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് പിന്നെ അത് പറ്റും. اللهم اجعلنا من المتعلمين الفائزين الآخرين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.